അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. DGP സാറ് കേട്ട ആ വാർത്തകൾ, അതെ, ഷമീറിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ഓർത്തപ്പോൾ DGP സാറിന് ഒരു ഭാഗത്ത് സങ്കടം വന്നു. എന്നാലും പാവം ഷമീർ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്നിങ്ങനെ ഈ ഒരു അവസ്ഥയിലെത്തിയപ്പോൾ എന്തായിരിക്കും അവൻ്റെ മാനസികാവസ്ഥ? അതിനെക്കുറിച്ച് ഓർത്ത് ഒരു നിമിഷം DGP സാറ് സങ്കടപ്പെട്ടു. എന്നാൽ അതിലേറെ തൻ്റെ പ്രിയപ്പെട്ട ഷമീറിന് ഒരു സമ്മാനം കൊടുക്കുവാനും അദ്ദേഹം വിചാരിക്കുകയാണ്. എന്നാൽ പിറ്റേ ദിവസം തന്നെ DGP സാറ് വീട്ടിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹം അല്പം സങ്കടത്തോടെ ഇരിക്കുന്നത് ഭാര്യ ശ്രദ്ധിച്ചു. എന്ത് പറ്റി? ഇന്നെന്താ ഇങ്ങനൊരു മൂഡ് ഓഫായിട്ട്? ഒന്നുമില്ല. എന്നാലും ഒന്നുമില്ല പെണ്ണേ. എന്ത് പപ്പാ? അപ്പോഴേക്കും അതാ ആയിഷയും അങ്ങോട്ടെത്തുന്നു. എന്തു പറ്റി? എൻ്റെ പപ്പ ഇങ്ങനെയല്ലല്ലോ. മോളെ, ഒന്നുമില്ല. നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്കൊരു സങ്കടം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾക്കും അതിൻ്റേതായിട്ടുള്ള ആ ഒരു സങ്കടം ഉണ്ടാവില്ലേ? എൻ്റെ പാപ്പ എന്ത് പറഞ്ഞു? എനിക്ക് മനസ്സിലായില്ല. അതൊക്കെയുണ്ട്, ഞാൻ പറയാം. അത് പിന്നെയുണ്ടല്ലോ, നമ്മുടെ 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 ഷമീർ SI. എന്താ? ഷമീർ SIൻ്റെ കാര്യം കുറച്ച് പ്രയാസത്തിലാണ്. എൻ്റെ ബാപ്പ പറയുന്നത്? എന്ത് പ്രയാസമാണുള്ളത്? നമ്മളന്ന് ചിത്രങ്ങളെല്ലാം വരച്ചു കൊടുത്തതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്താവോ? അത് പിന്നെ അതൊന്നുമല്ല. അവൻ്റെ വിവാഹം ഏകദേശം ഉറപ്പിച്ച മട്ടായിരുന്നു. എന്നിട്ട് വിവാഹം ഉറപ്പിച്ചിട്ട് ആ പെണ്ണിനെ അവനോട് താല്പര്യമില്ലത്രേ. അവൾ പഠിക്കാൻ പോവുകയാണത്രേ. അല്ല പഠിച്ചവനെ, വല്ലാത്തൊരു ചതിയായി പോയല്ലോ. അത് ശരിക്കും അതായിരുന്നു ആയിഷ പറഞ്ഞത്. അല്ല, ആ പെണ്ണിത് അങ്ങനെ തോന്നിയത് അവല്ലേ? അറിയില്ല. അവൾക്കൊരു കുഞ്ഞുണ്ട്. അത് മാത്രമല്ല, കുറച്ച് പ്രശ്നത്തിലും പ്രയാസത്തിലൊക്കെ പെട്ട പെണ്ണായിരുന്നല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും അവനെ ഏറ്റെടുക്കാമെന്ന് വിചാരിച്ച അവനെൻ്റെ മനസ്സ് അങ്ങനെയാണ്, ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്ത അവസ്ഥ. പാവം, അവൻ്റെ ജീവിതത്തിൽ വന്നു പോയ വിഷമം അവന് വല്ലാതെ വിഷമമായിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല, പക്ഷെ ആസിഫ് എന്നോട് വിളിച്ചെല്ലാം പറഞ്ഞു. എന്താ ഉപ്പ പ്രശ്നം? അതെ, അവൾക്ക് അവനോട് താല്പര്യമില്ല. അവൾക്ക് അവളുടെ ഇഷ്ടത്തിൽ നടക്കണം. പിന്നെ നമ്മുടെ ഷമീർ ചില മാനദണ്ഡങ്ങളൊക്കെ വെച്ചിരുന്നു. അതായത് അവനിങ്ങനെ സ്ത്രീകൾ പൊതുവായിട്ട് സ്ഥലത്ത് അങ്ങനെ ഓപ്പണായി നടക്കുന്നതൊന്നും ഇഷ്ടമല്ല. പിന്നെ അച്ചടക്കമില്ലാത്ത രീതിയിൽ അതൊന്നും വലിയൊരു താല്പര്യമില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിരുന്നു. പറയാതിരിക്കാനും പറ്റൂലല്ലോ. ഉപ്പ, അതിനെന്ത് സന്തോഷമല്ലേ ഉള്ളൂ? നമ്മളെ സംരക്ഷിക്കാൻ ഒരാണുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയത് എന്താ ഉള്ളത്? നമ്മുടെ എല്ലാ കാര്യം നോക്കാൻ ഒരാണുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ജോലിക്കും പോവേണ്ട, അനാവശ്യമായിട്ട് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ കിട്ടി പെണ്ണുങ്ങൾ ശരിക്കും ഭാഗ്യമുള്ളവരല്ലേ? മോളെ, അങ്ങനെ ചിന്തിക്കുന്ന പലരും ഉണ്ടാവും. പക്ഷെ പലർക്കും ഇഷ്ടം പുറത്തു പോയി ജോലി ചെയ്യണം, ഭർത്താവിനെ ഭരിക്കണം, ഭർത്താവ് പറഞ്ഞൊന്നും അനുസരിക്കില്ല, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം, അങ്ങനെയുള്ള ചിലരും ഉണ്ടാകും. എൻ്റെ പൊന്നു മോളെ. ഉപ്പ, അങ്ങനെയുള്ളവർ അതൊക്കെ എങ്ങനെ ഉണ്ടാവോ? അതേ മോളെ, അതെല്ലാം ഉണ്ടാകും. നമുക്കറിയായിട്ടാണ്. എന്നാൽ അന്ന് രാത്രി ആ പിതാവ് കിടക്കുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അല്ലിക്ക, എന്തു പറ്റി? നിങ്ങളെന്താ ഇങ്ങനെ കിടക്കുന്നത്? ഉറക്കം വരുന്നില്ലേ? എന്തു പറ്റി? വെള്ളം വേണോ? വേണ്ട. എന്താ? എന്നാലും എൻ്റെ മനസ്സിലേക്ക് ഓരോ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്തകളോ? എന്ത് ചിന്തകൾ? അത് നമ്മളെ മോളുടെ കാര്യത്തെക്കുറിച്ച്. അതിനെന്ത് ഇത്രമാത്രം ചിന്തിക്കാൻ? മോളിപ്പോൾ അൽഹംദുലില്ലാ ഹാപ്പിയല്ലേ? ഹാപ്പി അല്ലായിട്ടൊന്നും അല്ലടി. പക്ഷേ നമ്മുടെ മോൾക്ക് വേണ്ടേ ഒരാൾ? എന്ത് നിങ്ങളീ പറയും? നിങ്ങളെല്ലാവരും പഠനം കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ. ഇനിയിപ്പോൾ എന്താ, ഇതൊക്കെ തന്നെയല്ലേ പഠനം. എന്നാലും എൻ്റെ കണ്ണിടണ മുമ്പ് എൻ്റെ കുട്ടിയെ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പൊന്നിക്കങ്ങൾ അങ്ങനെയൊന്നും പറയല്, ടെൻഷൻ ആക്കില്ല കേട്ടോ എന്നെ. അല്ല, വല്ല പ്ലാനും ഉണ്ടോ നിങ്ങൾക്ക്? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഷമീറിൻ്റെ ആ ഒരു വിവാഹം മുടങ്ങിയിട്ടുണ്ട് ഇക്ക. അത് ഞാൻ അറിഞ്ഞു. എന്തായാലും പാവല്ലേ, നല്ലൊരു ആത്മാർത്ഥതയുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്താ, നിനക്കൊത്തിരി ഇഷ്ടപ്പെട്ടോ? അല്ല, അങ്ങനെയല്ല. എനിക്കിങ്ങോട്ട് വന്നപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം പെരുമാറ്റമൊക്കെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, അവരുടെ വീടെത്തിയപ്പോഴും എല്ലാം കൊണ്ട് നല്ലൊരു ഇതാണിരുന്നു അല്ലേ? എന്തായാലും എന്താണെന്നാവും ആ പെണ്ണിന് തോന്നിയത്? പെണ്ണിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിൽക്കുന്നത് ശരിയല്ലല്ലോ.
എന്തായാലും ആ പെണ്ണ് ഒഴിവായി പോയി എന്നാണ് പറഞ്ഞു കേട്ടത്. എന്തൊക്കെ തന്നെയാലും എന്നാൽ ആ പിതാവ് എങ്ങനെയെങ്കിലും തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഭാര്യയോടും മകളോടും പറയണമെന്നായി. കാരണം ഒറ്റയടിക്ക് പറഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ മാനസിക നില എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. കാരണം അവർ എന്താണ് ആഗ്രഹിക്കുന്നത് അതൊന്നും അറിയില്ലല്ലോ. ഭാര്യയോടും അത് പറയണമെന്ന് തോന്നി. പക്ഷേ എല്ലാം മൂടി വെച്ചു. അന്ന് അദ്ദേഹം ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് അതാ DGP സാറ് നേരെ അതാ ഷമീറിൻ്റെ പോലീസ് സ്റ്റേഷനിലേക്കാണ് വന്നത്. അദ്ദേഹം അതാ അങ്ങോട്ട് കയറി ചെന്നു. ഷമീർ എഴുന്നേറ്റ് സല്യൂട്ട് അടിച്ചു. സർ. ഏയ് വേണ്ട, ഇനി നീ എൻ്റെ മുന്നിൽ സല്യൂട്ട് അടിക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ല. സർ, അങ്ങനെയെന്ന് വെച്ചാൽ ഒരിക്കലും നീ എൻ്റെ മുമ്പിൽ സല്യൂട്ട് അടിക്കരുത് ഷമീർ, അതെനിക്ക് ഇഷ്ടമല്ല. ഓ സോറി സാർ. ഞാൻ എഴുന്നേറ്റ് ഏയ് ഒന്നും വേണ്ട, ഒരിക്കലും നീ എനിക്ക് ഒരു അന്യനോ ഒരു മറ്റു പോലീസുകാരനോ അല്ല, നീ എൻ്റെ സ്വന്തമായതുപോലെ തോന്നുകയാണ് ഷമീർ എനിക്ക്. സർ, എന്താ പറയുന്നത്? ഷമീർ, എനിക്ക് എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. പക്ഷെ ഞാൻ നിന്നോട് സംസാരിക്കുന്നത് എനിക്കൊരു പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ മൗനം പാലിക്കുകയാണ്. സാറേ, സാറിന് എന്തും എന്നോട് പറയാം. സത്യമായിട്ടും എൻ്റെ ഒരു പിതാവിൻ്റെ സ്ഥാനത്താണ് ഞാൻ നിങ്ങളെ കാണുന്നത്. കാരണം പിതാവില്ലാതെ വളർന്ന എനിക്ക് നിങ്ങളുടെയൊക്കെ ഈ സ്നേഹം കാണുമ്പോഴേ എൻ്റെ മനസ്സ് നിറഞ്ഞു പോവുകയാണ് സർ. മോനെ, അങ്ങനെയാണെങ്കിൽ മോൻക്ക് എന്നെ ഉപ്പ എന്ന് വിളിച്ചൂടെ? എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾക്ക് അത്രയധികം ഞാൻ ബഹുമതി നൽകുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ സാർ എന്ന് വിളിക്കുന്നത്. കാരണം നിങ്ങൾ വലിയ പോലീസ് ഓഫീസറാണ്, എന്നെപ്പോലെ ചെറുതല്ല. മോനെ, ചെറുതും വലുതും ഒരിക്കലും ആ വാക്കുകളില്ല, മനസ്സിലാണ്. ഏതായാലും പൊന്നു മോനെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ഉള്ളു തുറന്ന് സംസാരിക്കാനുണ്ട്. മോനെ എപ്പോഴൊന്ന് ഫ്രീ ആകാം? ഉപ്പ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് പറയുകയാണെങ്കിലും ഞാൻ അതിന് തയ്യാറായിരിക്കും. കാരണം എന്താ, ഈ ഒരു നാട്ടിൽ നിന്ന് എനിക്ക് മാറ്റം ലഭിക്കണമെന്നാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? അല്ലോ മോനെ, നീ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. ഈ നാടിൻ്റെ രക്ഷകനായിട്ട് നീയാണ് ഉള്ളത്. പൊന്നു മോനെ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. അതെ മോനെ, എനിക്ക് കുറച്ച് തന്നോട് സംസാരിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നത് പോലെ അയാൾ ശ്രദ്ധിച്ചു. എന്നാൽ ഷമീർ തൻ്റെ ആ വിവാഹം മുടങ്ങിയ ആ ഒരു ടെൻഷനിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ലായിരുന്നു. ആ ഒരു ഷോക്കിലാണ്. എന്നാലും സീനത്തെ, നിനക്ക് വേണ്ടി ഞാൻ അങ്ങേയറ്റം ത്യാഗം സഹിച്ച് നിനക്ക് വേണ്ടിയതെല്ലാം ഞാൻ ചെയ്തു തന്ന്, നിൻ്റെ ഡെലിവറി സമയത്തായാലും നിന്നെ രക്ഷപ്പെടുത്തുന്ന സമയത്തോ എല്ലാം നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ച്. പക്ഷേ എല്ലാം റെഡിയായി വന്നപ്പോഴേക്കും നീ എന്നെ അങ്ങ് ഒഴിവാക്കി കളഞ്ഞല്ലോ സീനത്തെ. എങ്കിലും നിനക്ക് എങ്ങനെ ഇതിന് തോന്നി? അദ്ദേഹത്തിന് ആ ഒരു ടെൻഷൻ നല്ല രീതിയിലുണ്ടായിരുന്നു. എങ്കിലും വിചാരിച്ചു, അല്ലെങ്കിലിപ്പോൾ ഞാൻ എന്തിനാ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനാവുന്നത്? നമ്മളിഷ്ടമുള്ളവരെ പിന്നാലെ പോകുന്നത് ഒട്ടും ശരിയല്ലല്ലോ. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് അതിനു വേണ്ടി സങ്കടപ്പെടുന്നത്? ഒരു നിമിഷം അതാ ഷമീർ ഓരോന്ന് ആലോചിച്ചു. ഏയ് വേണ്ട, ആ ഭാഗം അങ്ങ് മറന്നേക്കാം സർ. എന്നാൽ ഞാൻ ചായ അല്ല മോനൊന്നും വേണ്ട. എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, എനിക്കത് തുറന്ന് പറയണം നിന്നോട്. ഞാൻ ഇൻഷാ അല്ലാ പിന്നെ വരാം. അല്ല സർ, താങ്കൾ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അല്ല മോനെ, കുറച്ചുകൂടെ കാര്യങ്ങൾ ഒന്ന് അന്വേഷിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഉപ്പ വരാം. എന്നാൽ അദ്ദേഹം സലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഷമീറിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ. എന്തായിരിക്കും DGP സാർ എന്നോട് പറയാനുള്ളത്? DGP സാറ് എന്നോട് ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്ന കാര്യത്തെക്കുറിച്ചാണോ അതോ മറ്റു വല്ലതാണോ? എനിക്കറിയുന്നില്ല റബ്ബേ. ശരിക്കും അതാ മനസ്സിൻ്റെ ഉള്ളിൽ പല പല ചിന്തകൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഷമീർ അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്കെത്തി. അതെ, അവിടെ വീടാകെ ആകപ്പാടൊരു മൗനം. ഉമ്മാക്കും നല്ല സങ്കടമുണ്ടായിരുന്നു സീനത്ത് അങ്ങനെ ചെയ്തതിൽ. എന്നാൽ ഉമ്മ പലഹാരമെല്ലാം ഉണ്ടാക്കി മകനെ കാത്തിരിക്കുന്നു പതിവ് പോലെ. മോനെ. ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. തൻ്റെ പൊന്നുമോൻ്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നില്ല. എങ്കിലും ആ മാതാവ് പറഞ്ഞു, പൊന്നു മോനെ, ഉമ്മാൻ്റെ അടുത്തിരിക്കുക. എന്തുമ്മ? മോനെ, അന്നും ഇന്നും നമ്മളെന്നും 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിയാണ്, അതിനിടയിൽ
ഒരു പെണ്ണിനെ ജീവൻ രക്ഷിച്ചു എന്ന് ശരിയാണ്, എൻ്റെ കുട്ടി നൽകിയ നല്ലൊരു കാര്യമാണ് അത്. പക്ഷേ എന്ന് കരുതി പൊന്നും മോനെ നമ്മൾ ആഗ്രഹിച്ചതൊന്നും കിട്ടണമെന്നില്ല. എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുക. മോൻ വിഷമിക്കല്ലേ കേട്ടോ. ഉമ്മാക്ക് മോനല്ലേ ഉള്ളത്. മോൻ വിഷമിച്ച് കഴിഞ്ഞാൽ ഉമ്മാക്ക് ആരുണ്ടാകുക? ശരിക്കും ആ ഒരു വാക്കുകൾ അതാ ഷമീറിൻ്റെ നെഞ്ചിൽ തട്ടി. ഉമ്മാക്ക് മോനുണ്ടുമ്മ. എനിക്ക് ഉമ്മ അവൾ പോയതിലല്ല ടെൻഷൻ. അവൾക്ക് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ അതെനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലാന്ന്? സത്യമായിട്ടും അന്ന് അങ്ങനെയാണെങ്കിൽ നമ്മളങ്ങ് ഒഴിഞ്ഞു മാറുമല്ലോ. ഇപ്പോൾ ഇത് മനസ്സിനുള്ളിൽ പല പല സ്വപ്നങ്ങളും. മോനെ സാരല്ല, എന്തായാലും പഠിച്ചോനെ അല്ലേ വലിയവൻ. മോനെ അപ്പോഴേക്കും അതോ അവൻ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് അള്ളാഹുണ്ട് അല്ലേ, അത് മതിയില്ലമ്മ, നമ്മൾ ആരെയും ആഗ്രഹിക്കരുതല്ലേ. ശരിയാണ് മോനെ, ഒന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. നമുക്ക് പഠിച്ചവൻ തന്ന് ഇരു കൈകൾ നീട്ടി സ്വീകരിക്കാം. മോനെ ഓള് പോണെങ്കിൽ പോട്ടെ, എത്രയോ പെൺകുട്ടികളുണ്ടാവും കേട്ടോ. എത്തിങ്കാനയിലൊക്കെ പഠിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇൻഷാ അല്ലാഹ് അങ്ങനെ എങ്ങാനും നോക്കി സംരക്ഷിക്കാം കേട്ടോ, അതല്ലേ നല്ലത്. എന്നാൽ ഷമീർ പറഞ്ഞു, ഇനി കുറച്ച് കഴിഞ്ഞിട്ടാകാം, ഇപ്പോൾ ഈ ടെൻഷനിൽ ഇപ്പോൾ കല്യാണമൊന്നും നോക്കേണ്ട. മോനെ ഇനിയിപ്പോൾ എങ്ങോട്ടാ? എത്ര ദിവസമായി മോനെ എൻ്റെ മോൻ ആഗ്രഹിച്ചിരിക്കണ് എന്ന് കരുതിയിട്ട് നമ്മൾക്ക് വിചാരിച്ചതൊന്നും ലഭിക്കണമെന്നില്ലല്ലോ. എൻ്റെ പൊന്നു മോനെ, വൈകാതെ തന്നെ നമുക്കൊരു കല്യാണം കണ്ടുപിടിക്കണം ഇൻഷാ അല്ലാഹ്. ഈ ഒരു ചെറ്റക്കുടിലേക്ക് ആര് പെണ്ണ് തരുവാൻ? പൊന്നു മോനെ, നിന്നോട് സ്നേഹം തോന്നി തുടങ്ങിയാൽ, നിൻ്റെ നെഞ്ചിലേക്ക് ഇഷ്ടം കൂടി ചെന്നു കഴിഞ്ഞാൽ അത് വളരെയധികം മനോഹരമായിരിക്കും. എൻ്റെ പൊന്നുമോൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, പഠിച്ചോ ഹയറായി തരട്ടെ. അതാണ് 5 വക്തിൽ ഞാൻ നിസ്കരിച്ച് ദുആ ചെയ്യുന്നത്. അള്ളാഹ് എൻ്റെ കുട്ടിക്ക് ഹയറായൊരു പെൺകുട്ടിയെ നീ കൊടുക്ക് റഹ്മാനേ. ആ ഉമ്മ നിസ്കാരപ്പായലിരുന്ന് കണ്ണീരോടെ അത് ദുആ ചെയ്തു. എന്നാൽ ഈ സമയം ഉമ്മയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് ആയിഷയുടെ മുഖമായിരുന്നു. റബ്ബെ, ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല, എനിക്കറിയാം. കാരണം അതൊക്കെ വലിയ DGP സാറിൻ്റെ വലിയ പൈസക്കാരൻ മോളാണ് ആ പെൺകുട്ടിയൊന്നും ഞങ്ങളുടെ ഈ കൊച്ചുകുടിലേക്ക് എൻ്റെ ഷമീറിൻ്റെ ഭാര്യയായിട്ട് പഠിച്ചോനെ സ്വപ്നം പോലും കാണാൻ കഴിയില്ല. ഉമ്മയുടെ മനസ്സിൽ പല പല ചിന്തകളായിരുന്നു. റബ്ബേ, നീ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. നല്ല മോള്, ഈ വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ട നല്ല മോളായിരുന്നു ആയിഷ. റബ്ബേ, ഹയറാണെങ്കിൽ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് തരുമോ? ആ ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്നാൽ ഈ സമയം നമ്മുടെ സീനത്തിൻ്റെ വീട്ടിൽ അവൾ തികച്ചും ഒരു പോക്കിരിച്ചിയായി മാറിയിരിക്കുകയായിരുന്നു. സ്വന്തം കുഞ്ഞിനെ പോലും അവൾ ശ്രദ്ധിക്കുകയോ നോക്കുകയോ ചെയ്യാത്ത അവസ്ഥ. എന്നാൽ ഈ സമയം ആ അത്ഭുതം അവിടെ സംഭവിച്ചിരുന്നു. നമ്മുടെ ഷെഫി ഉസ്താദും ബത്തൂലും കുഞ്ഞിനെയും ഉമ്മയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും അവർ വന്ന വിവരം അറിയിച്ചില്ല. ഒരു പക്ഷേ അതറിഞ്ഞു കഴിഞ്ഞാൽ സീനത്ത് ഓടിയെത്തിയിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകും. എന്നിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഷെഫി ഉസ്താദും ഉമ്മയും ബത്തൂലും ഒന്നും പറഞ്ഞില്ല. കാരണം കുട്ടിനെ ഉപേക്ഷിച്ച് അവൾ പോയതല്ലേ, അവളെ കാര്യം ഇനി വിശ്വസിക്കാൻ പറ്റൂല. എന്നാൽ ഈ സമയം അവൾ പുറത്തേക്ക് പോവുകയാണ് പതിവ് പോലെ പഠിക്കാൻ. ഉപ്പ പറഞ്ഞു, പൊന്നു മോളെ, ആ കുട്ടി പാല് കുടിക്കുന്ന കുട്ടിയല്ലേ, ആ പാല് കുടിക്കുന്ന കുട്ടീനെ വിട്ടിട്ടാണല്ലോ നീ പോകുന്നത്. എന്താ മോളെ, നിനക്ക് കണ്ണീര് തട്ടൂലേ ആ കുട്ടിൻ്റെ? കുറേ തട്ടിയതാണ് കണ്ണീര്, കുട്ടീൻ്റെ കണ്ണീര്. അതിനെ നോക്കാനേ അവിടെ ആ തള്ളുണ്ട്. തള്ളൊന്ന് ഇടങ്ങാറാട്ടെ എൻ്റെ കുട്ടീനെ കൊണ്ട്. മരുവനും മോളും അവിടെ ഗൾഫിലല്ലേ, അവിടെ സുഖസുന്ദരമായി ജീവിക്കല്ലേ. നീ തള്ള നല്ലോന്ന് കരുതി തരണം, അതാ വേണ്ടത്. പൊന്നു മോളെ, നീ ഇങ്ങനെയൊന്നും പറയില്ല, പഠിച്ചോൻ കാണുന്നുണ്ടൊക്കെ. നീ ഇങ്ങനെയൊന്നും പറയാനേ പാടില്ല. നീ എന്താ മോളെ ഇങ്ങനെ? ബാപ്പാ, നിങ്ങൾ എന്നെ കൂടുതലായിട്ട് പഠിപ്പിക്കണ്ട. ഏതാ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ എൻ്റെ കാര്യം നോക്കണ്ട. എന്നാൽ ആ പിതാവ് നിസ്സഹായനായി നോക്കി നിൽക്കുകയായിരുന്നു. അവൾ പോകുന്നത്. ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് അവർ വന്നതും ഒന്നും ആരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് വല്ലാത്തൊരു പ്രശ്നമായി തീരും എന്നും അറിഞ്ഞതുകൊണ്ട് ഷെഫി ഉസ്താദ് ആദ്യമേ പറഞ്ഞു, ആരും അറിയണ്ട. കാരണം അവൾ ചെയ്തതല്ല, പിന്നീട് നമ്മൾ ചെയ്തതായിരിക്കും വലിയ കേസായി മാറുക. എന്തൊക്കെ തന്നെയാലും അറിയാതെ നമുക്ക് പോവുകയാണ് നല്ലത്. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലെ പ്ലാന് അതായിരുന്നു. കാരണം ഭാര്യ തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയി. എൻ്റെ പ്രായമായ ഉമ്മ എന്ത് ചെയ്യാനാ കുഞ്ഞിനെയും കൊണ്ട്? അതുകൊണ്ട് തന്നെ
എനിക്ക് അല്ലാഹുവേ ഇത് മാത്രമേ വഴിയുള്ളൂ. ഷെഫി ഉസ്താദ് മനസ്സിൽ പടച്ച റബ്ബിനോട് പറഞ്ഞു. പെട്ടെന്ന് എമർജൻസി ടിക്കറ്റ് എടുത്തിട്ട് അതാ ഷെഫി ഉസ്താദും ഉമ്മയും ബത്തൂലും കുഞ്ഞും കൂടെ അറേബ്യയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്, ആരും അറിയാതെ. ഇനി പറയാനുള്ളവരോടൊക്കെ അവിടെ ചെന്നിട്ട് പറയാമെന്നും വിചാരിച്ചു. ഒരു പക്ഷേ സീനത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നതായിരുന്നു അവരുടെ ആ ഒരു ഭയം. ഇൻഷാ അല്ലാ ഒരു തട്ടുമുട്ടും കൂടാതെ അത് ഷെഫി ഉസ്താദും ഉമ്മയും കുഞ്ഞും ഗൾഫിലേക്ക് പോകട്ടെ. സീനത്ത് ഒരിക്കൽ പോലും ഇതറിയാതിരിക്കട്ടെ. സുഖസുന്ദരമായ അവരുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ. അഹങ്കാരിയായ സീനത്ത് അവൾക്ക് അതിനുള്ള പ്രതിഫലവും കിട്ടട്ടെ. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ സീനത്തിൻ്റെ പോക്ക് ഇനി എങ്ങോട്ടായിരിക്കും? നമ്മുടെ ഷമീറിൻ്റെ അവസ്ഥ എന്തായി തീരും? ആയിഷയെ അവനക്ക് ഇഷ്ടപ്പെടുമോ? അവന് വിവാഹം കഴിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.